ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 79ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ റെസിപ്പിയാണ്. കടച്ചക്ക കിട്ടിയപ്പോൾ അതുകൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ബേസിക് വറുത്തരച്ച മസാലയുടെ റെസിപ്പി ഈ വീഡിയോയിലുണ്ട്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് കോവയ്ക്ക കൊണ്ടുള്ള ഒരു സിമ്പിൾ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത്. ഇതിൽ സാലഡൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടച്ചക്കയുടെ കറിയാണ്. ഇത് വറുത്തരച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് മസാലകൾ ചേർക്കണം. അതായത് മല്ലിയില, കുരുമുളക്, മുളക്, ചെറിയുള്ളി, കരിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചോക്കെ വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ മല്ലി നന്നായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒരു കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ചോക്കുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു പുളിയുറുമ്പിൻ്റെ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് വറുത്തരയുടെ അല്ലെങ്കിൽ വറുത്തരച്ച മസാലയാണ്. നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മല്ലി കൂടുതൽ ചേർക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂം അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ കറി ഒക്കെ ഇതേ മസാല ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി അടുത്തൊരു പ്രഷർ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചതച്ച് ഇഞ്ചിയും പച്ചമുളകും ചേർക്കുകയാണ്. ഇതിലേക്ക് ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ മസാല അരച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ മസാല ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കടച്ചക്ക ക്ലീൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് മസാല നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കടച്ചക്ക വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. അപ്പം ഞാൻ മസാല കഴുകിയെടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഈ വെള്ളം പോരാ, അപ്പം ഇനി കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി കുറുകി വരുന്നവരെ തിളപ്പിക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് ഇതിന് മുകളിൽ കൂടി ചേർക്കാം. നമ്മുടെ കടച്ചക്ക മസാലക്കറി റെഡിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കുക. അതായത് ഒരു സിമ്പിൾ കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ഉഴുന്നും പരിപ്പും ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. ഇത് രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് പച്ചമുളകും ചേർക്കാം. കോവയ്ക്ക് നീളത്തിൽ അരിഞ്ഞാൽ അരിഞ്ഞിരിക്കുക, തിന്നായിട്ട് അരിയാൻ മറക്കരുത്. ഇനി ഈ കോവയ്ക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം.
കോവയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. നന്നായിട്ട് മൊരിയണ വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സിമ്പിൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൽ റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.